എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRC ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LG ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ്റെ ഒരു PCB ആണ്. ഇത് ടച്ച് ടൈപ്പ് മോഡലുള്ള PCB ആണ്. അപ്പോൾ ഈ PCBയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മൾ വാഷ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം അനലൈസ് ചെയ്യുന്ന സമയത്ത് മോട്ടർ എടുക്കും. ഈ മോട്ടർ എടുക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് അങ്ങ് ഓഫ് ആവും, ഓൺ ആവും, ഓഫ് ആവും, ഓൺ ആവും, ഓഫ് ആവും, ഓൺ ആവും, ഇതിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോർഡ് എനിക്ക് നേരത്തെയും ഇതേ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ബോർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം ഇഷ്യൂ തന്നെയാണ് ഇതിനും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് നോർമലി ഓൺ ആയിരിക്കും, എല്ലാം വർക്ക് ചെയ്യും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അതാണ് മോട്ടർ ഓണാവുന്ന സമയത്ത് മാത്രമാണ് ഇത് ഇങ്ങനെ ഓണാവുകയും ഓഫാവുകയും ഓണാവുകയും ഓഫാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് പവർ കൊടുക്കാം. നമുക്കൊന്ന് പവർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഈ പവർ കൊടുക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു മോഡൽ ഈ രണ്ട് റിലേയിലുമായിട്ടാണ് നമ്മൾ പവർ കണക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, പവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് പവർ സപ്ലൈയിൽ കൊടുത്ത് ഓൺ ചെയ്ത്, അപ്പോൾ നമുക്കവിടെ ഈ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണാവുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. പക്ഷേ ഈ കംപ്ലൈൻറ്റ് പിന്നെ മോട്ടർ ഓൺ ആകുമ്പോൾ മാത്രമല്ല, അല്ലാതെ നമുക്ക് ഇതെടുക്കാൻ പറ്റും. അതാ ഇപ്പോൾ തന്നെ ഇത് ഇടയ്ക്ക് വെച്ച് ഓഫായിട്ട് ഓൺ ആവുന്നതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പവർ അങ്ങ് ഓഫ് ചെയ്യുക. പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കഴിഞ്ഞ ഒരു പ്രാവശ്യത്തിൽ എനിക്ക് ചെയ്തതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. ഈ ഒരു ചോപ്പർ കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു ചോപ്പറിന് കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം നമുക്കിവിടെ വരുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ചോപ്പർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. ഈ ഫ്രണ്ട് പാനൽ മാറ്റി വയ്ക്കാം. നമുക്കിവിടെ ഈ ചോപ്പർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഇവിടെ ഇത്രയും സൈഡ് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പറിൻ്റെ ബാക്ക് സൈഡ് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് കണ്ടിന്യൂറ്റിയാണ്. ഈ ഒരു ചോപ്പറിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെയുള്ള ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ ആദ്യത്തെ ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സപ്ലൈ, അതായത് ഈ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് വരുന്ന 320 വോൾട്ടിൻ്റെ മെയിൻ സപ്ലൈ ഇവിടെ വന്ന് ഇവിടെ നിന്ന് നേരെ സ്വിച്ചിങ് ICയിലോട്ട് പോകും. അടുത്തതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതൊരു ഗ്രൗണ്ടാണ്. ഇത് ഗ്രൗണ്ട്, ഇത് ഒരു വോൾട്ടേജ്. ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ സ്വിച്ചിങ് IC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് ഇവിടെ വരും. ഇത് സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജ് കാര്യങ്ങൾ, IPM, പിന്നെ നമ്മുടെ ഈ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബസർ മോഡിൽ ഇട്ടിട്ടുണ്ട്. ബസർ മോഡിൽ നിന്ന് ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ചിങ് സൈഡിലുള്ള കോണ്ടാക്റ്റ് ഓക്കെയാണ്. പിന്നെ വരുന്നത് ഈ ഒരു സ്വിച്ചിങ് IC വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സ്വിച്ചിങ് IC വർക്ക് ചെയ്യാനുള്ള സൈഡ് നോക്കുമ്പോഴത്തേക്കും അവിടെ കണ്ടിന്യൂറ്റി ഇല്ല.
അവിടെ കണ്ടിന്യൂറ്റി ഇല്ല. ബാക്കിയെല്ലാം നമുക്ക് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ സെക്കൻഡറി സൈഡ് ഓക്കെയാണ്. പ്രൈമറി സൈഡിൽ സ്വിച്ചിങ് ഐ സിയുടെ സൈഡ് ഓക്കെയാണ്. ഇവിടെ ഈ നമ്മുടെ ഈ സ്വിച്ചിങ് ഐ സി വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് വരുന്ന സൈഡ് ഓപ്പണാണ്. അപ്പോൾ ഇത് തന്നെ ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചോപ്പർ ഇതിനകത്ത് നിന്ന് ഇളക്കിയിട്ട് ആ സൈഡ് നമ്മൾ റീവൈൻഡിങ് ചെയ്ത് ഈ ചോപ്പർ റീവൈൻഡിങ് ചെയ്ത് നമുക്കിതിനകത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഈ ചോപ്പർ ഇളക്കി അത് റീവൈൻഡിങ് ചെയ്ത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പർ ഇളക്കി അത് റീവൈൻഡിങ് ചെയ്ത് തിരിച്ച് അതേ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ കോണ്ടാക്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് കോണ്ടാക്റ്റിങ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, നമുക്ക് നേരത്തെ ഈ ഒരു വൈൻഡിങ് ഇല്ലായിരുന്നു, അപ്പോൾ ആ വൈൻഡിങ് ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത വൈൻഡിങ് ഓക്കെയാണ്. എല്ലാ വൈൻഡിങ്ങും ഇപ്പോൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം ഇത് മാത്രമായിരുന്നു. കഴിഞ്ഞ തവണ നമുക്കത് സെയിം കിട്ടിയായിരുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യാണ്. നമുക്ക് PER വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് ഇപ്പോൾ ഇവിടെ മോട്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പവർ മെയിൻ പവർ ഓഫ് ചെയ്യുക. മെയിൻ പവർ ഓഫ് ചെയ്തിട്ട് ഇത് ഊരിയെടുക്കുക. ഇനി ഇത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ പവർ ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഇത് അങ്ങനെ ഓൺ ഓഫായി അങ്ങ് ഓഫായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ആ ടൈമിങ്ങിൽ കത്തി നിന്നിട്ട് പവർ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആയിട്ടുണ്ട്. ഈ ഒരു ചോപ്പർ, ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഈ ഒരു ചോപ്പർ മാത്രം നോക്കിയാൽ മതിയാവും, അത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.